ഹായ് ഫ്രണ്ട്സ്, കടുമാങ്ങയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കട്ട്ലേറ്റ് ആണ്. അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഒരു 1/2 കിലോഗ്രാം ബോൺലെസ് ചിക്കനാണ്. അതിനകത്തേക്ക് റസ്ക് പൊടി, മുട്ടവെള്ള, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, സവോള, ഇഞ്ചി ചെറുതായിട്ട് ഗ്രേപ്പ് ചെയ്തത്, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി നമുക്ക് ചിക്കൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ഒന്ന് കുക്കറിൽ ഒരു വിസിലടിച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് മസാലകൾ തയ്യാറാക്കാം. മസാല തയ്യാറാക്കുമ്പോൾ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി വഴറ്റി അതിനകത്തേക്ക് ഗരം മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അത് നന്നായി ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ ഈ വേവിച്ച് വെച്ച ചിക്കൻ അതിനകത്തേക്ക് ഒന്നില്ലെങ്കിൽ തവിയും കൊണ്ട് ഉടച്ചിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിനകത്ത് ചെറിയ ജാറിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെയ്യുന്നത് മിക്സിയുടെ ജാറിനകത്തൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് അതിനകത്ത് ഇട്ട് മിക്സ് ചെയ്യുന്നത്. അതിനുശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് ഉരുളകളാക്കി റസ്ക് പൊടിയിൽ മുക്കി, മുട്ടവെള്ളയും മുക്കി, വീണ്ടും ഒന്നും കൂടി റസ്ക് പൊടി മുക്കി, മുട്ടവെള്ളയും മുക്കി 2 പ്രാവശ്യം ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി സോഫ്റ്റ് കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കാം. നമുക്കതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തിരുമ്മി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് വെച്ച ചിക്കനാണ്. നമുക്കിത് ഒരു വിസിലടിച്ച് വേവിച്ചിട്ട് വരാം. നമുക്ക് ചിക്കൻ വേവുമ്പോഴത്തേക്കും അതിനുള്ള മസാല തയ്യാറാക്കി എടുക്കാം. ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമുക്ക് എല്ലാം കൂടി ഒരുമിച്ചിട്ട് അങ്ങ് വഴറ്റാവേ. സവാള വഴയാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ ഓൾറെഡി ഉപ്പിട്ട് കൊടുത്താണ്, അപ്പോൾ നമുക്ക് ഈ സവാളയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം മതിയാവും. നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. ഇത് കണ്ടില്ലേ, നന്നായി വഴന്ന് വരുന്നുണ്ട്. ഒത്തിരി അങ്ങ് ഗോൾഡൻ കളർ ആവുമൊന്നും വേണ്ട, നന്നായി ഒന്ന് വഴന്നാൽ മതി. നന്നായിട്ടൊന്ന് കുറച്ചുകൂടി ഒന്ന് ഇളക്കി കൊടുക്കും. സവാള ഏകദേശം മൂപ്പാവാറായിട്ടുണ്ട്. ഒത്തിരി ഗോൾഡൻ കളർ ആവുമൊന്നും വേണ്ട, ഏകദേശം ഈ ഒരു പരിവായം മതി. നമുക്കിതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ പോലും വേണ്ട, ഒരു പിഞ്ചെന്ന് വേണമെങ്കിൽ പറയാം, അത്രയും ഗരം മസാല ഇത്ര മതി. ഈ സവാളയ്ക്ക് ആവശ്യമായ അത്രയും തന്നെ മഞ്ഞൾപ്പൊടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതായത് കണ്ടില്ലേ, ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിന്ന് ഉടച്ചെടുക്കാം. ഈ തവി കൊണ്ട് നന്നായി ഉടച്ചാലും മതി, അല്ലെങ്കിൽ ഇന്ന് ആറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് മറ്റേ മസാല ഒപ്പം നമുക്ക് മിക്സ് ചെയ്യാം. ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ക്രഷ് ചെയ്താണ് എടുക്കുന്നത്. നമുക്ക് ക്രഷ് ചെയ്തിട്ട് വരാം. ഇതായത് കണ്ടില്ലേ, ഏകദേശം ഈ ഒരു പരുവം. നമുക്ക് ഒത്തിരി അങ്ങ് ഇതാരും പോകണ്ട, എന്നാൽ ചെറിയൊരിതും വേണം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയ മസാലയ്ക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ചിക്കനും മസാലയും കൂടി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്ന് ആറിയതിന് ശേഷമാണ് നമുക്ക് ഇത് ബോൾസാക്കി എടുക്കാൻ പറ്റുള്ളൂ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചൂടാറാൻ വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഉരുളകളാക്കി റസ്ക് പൊടിയിൽ മുക്കി, മുട്ടവെള്ളയിൽ മുക്കി പൊരിച്ചെടുക്കാം. നമുക്ക് ചൂടാറാൻ വെച്ചിട്ട് വരാം. നമുക്ക് ഓരോ ബോൾസാക്കി എടുക്കാം.
ഒന്ന് കൈവച്ച് പരത്തിയതിന് ശേഷം റസ്ക് പൊടി മുക്കി മുട്ടയുടെ വെള്ളയിൽ ഒന്നുകൂടി മുക്കാം. ഒന്നുകൂടി റസ്ക് പൊടി മുക്കാം. നമുക്കിതുപോലെ ഓരോന്നും ഉരുട്ടിയെടുക്കാം. നമുക്കിത് ബോൾസുകളെല്ലാം അതിന് ശേഷം റസ്ക് പൊടിയിൽ മുക്കിയതിന് ശേഷം മുട്ടകളിൽ മുക്കിയിട്ട് ഓരോന്നായിട്ട് വറുത്ത് പോരാം. ഏകദേശം ഇത്രയും ചിക്കന് ഇത്രയും ബോൾസാണ് നമുക്ക് കിട്ടുന്നത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റസ്ക് പൊടിയിൽ മുക്കിയിട്ട് മുട്ടകളിൽ മുക്കാം. ഒന്നും കൂടി റസ്ക് പൊടി മുക്കിയിട്ട് അതുപോലെ തന്നെ എല്ലാ ബോൾസും അങ്ങനെ ചെയ്യണം. ആദ്യം റസ്ക് പൊടി, പിന്നെ മുട്ടവെള്ള, വീണ്ടും റസ്ക് പൊടി. ഇങ്ങനെ നമുക്ക് എല്ലാ ബോൾസും അങ്ങനെ തയ്യാറാക്കിയെടുക്കാം. ഇതെല്ലാം ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് എടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ മറിക്കരുത്. ഒരു 2 മിനിറ്റ് ഇരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ മറിക്കാവുള്ളൂ. ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. മൂപ്പായി വരുന്നുണ്ട്. നമുക്കിത് ഓരോന്നോരോന്നായി മറിച്ച് കൊടുക്കാം. തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് ഏകദേശം ഈ ഒരു ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. ഇട്ട അപ്പം തന്നെ നമ്മൾ മറിക്കുകയാണെങ്കിൽ പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് മറിക്കാമെന്ന് പറയുന്നത്. സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡ് അതുപോലെ ബ്രൗൺ കളർ ആവുന്ന പോലെ ആയിട്ട് എടുക്കാം. ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് റസ്ക് പൊടിയാണ്. റസ്ക് പൊടി വേണമെങ്കിൽ നമുക്ക് മാർക്കറ്റിലും അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമ്മുടെ റസ്ക് മിക്സിയിൽ പൊടിച്ചെടുത്താലും മതി. ഞാൻ റസ്ക് പൊടിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് തീയൊന്ന് ചെറുതായിട്ട് സിമ്മിലേക്കാക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഏകദേശം ഇതാണ് ഒരു മൂപ്പ്. ഇനി നമുക്ക് ഓരോന്ന് കോരിയെടുക്കാം. ഇത്രയും മതിയാവും, മൂപ്പ് ഇത്രയും മതിയാവും. നമുക്ക് എണ്ണ വാങ്ങാൻ വേണ്ടിയിട്ട് കോരിയെടുക്കാം. നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കുക, കുക്കറിൽ വേവിക്കുക. അതുപോലെ സവാള, ഇഞ്ചി, പച്ചമുളക്
വെളുത്തുള്ളിയും കൂടി വഴറ്റുക. അതിനകത്തേക്ക് ഈ ചിക്കൻ വേവിച്ചത് ഒന്ന് മിക്സിയിൽ ഉടച്ചിട്ടോ അല്ലെങ്കിൽ തവി കൊണ്ട് ഉടച്ചിട്ടോ ചേർത്ത് ചൂടാറിയതിന് ശേഷം ബോൾസാക്കി മുട്ടവെള്ളയും മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി വീണ്ടും ഒന്നും കൂടെ മുക്കിയതിന് ശേഷം അപ്പോൾ ഒന്നും കൂടി സോഫ്റ്റും കൂടി ആയിരിക്കും. അതിനാണ് 2 പ്രാവശ്യം മുക്കുന്നത്. അതിന് ശേഷം നമുക്ക് വറുത്ത് കോരാം. ഇതുപോലെ സ്വാദിഷ്ടമായ ചിക്കൻ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.